അങ്ങനെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ട്രാൻസ്ഫർ വിൻഡോ ഔദ്യോഗികമായിട്ട് ഇന്ന് തുറന്ന വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. സാധാരണഗതിയിൽ വെയിറ്റ് ആൻഡ് വാച്ച് പോളിസിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഏതെങ്കിലും താരങ്ങൾക്ക് പിന്നാലെ പോയി കഴിഞ്ഞപ്പം ആരും എടുക്കാത്ത ചില താരങ്ങളെ വില കുറച്ച് ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വാങ്ങിക്കുന്ന ഒരു പരിപാടിയും കൊണ്ടാണ് നമ്മളുടെ ബ്ലാസ്റ്റേഴ്സ് കുറേ കാലമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അതൊക്കെ തന്നെ ആയിരിക്കും വരാൻ പോകുന്നത് എന്നാണ് വിശ്വാസം. പക്ഷേ കുറേയധികം താരങ്ങളെ പ്രീ കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് സ്വന്തമാക്കി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ നമ്മൾ കുറേ കേൾക്കുന്നുണ്ട്. ആരെയൊക്കെയാണ് പ്രീ കോൺട്രാക്റ്റിലൂടെ സ്വന്തമാക്കിയത് എന്നതിനെക്കുറിച്ചുള്ള റൂമറുകൾ ഒരുപാട് പ്രചരിക്കുന്നുണ്ടെങ്കിലും തൽക്കാലം ഞാനതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അൾട്ടിമേറ്റ്ലി അതൊന്നും നടക്കാതിരുന്നാൽ ഊക്ക് ഞാൻ തന്നെ വാങ്ങിക്കണമല്ലോ. അപ്പം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, കേരള ബ്ലാസ്റ്റേഴ്സിൽ നമ്മുടെ പരിശീലകൻ ഉൾപ്പെടെയുള്ള ആളുകൾ അസംതൃപ്തിയിലാണ് എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ട്രാൻസ്ഫർ വിൻഡോ ഓപ്പണായി കഴിഞ്ഞു, ഇനിയെങ്കിലും പാചകം നിർത്തി അല്ലെങ്കിൽ പാചകം ചെയ്ത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുറച്ച് സൈനിങ്ങൾ നടത്തിയാൽ കൊള്ളായിരുന്നു. അത് നമ്മുടെ മെയിൻ ഷെഫായിട്ടുള്ള കരോലിസ് കിങ്കിസും ആ ഷെഫിന് വേണ്ട സാധന സാമഗ്രികൾ എത്തിച്ചു കൊടുക്കുന്ന അഭിക് ചാറ്റർജി ആയാലും നിഖിലേട്ടായി ആയാലും ആരായാലും കാര്യങ്ങൾ ഇനിയെങ്കിലും ഒന്ന് സിസ്റ്റമാറ്റിക് ആയില്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും. ഇന്നലെ തന്നെ FC ഗോവയുടെ മേധാവിയായിട്ടുള്ള രവി പുഷ്കർ പറഞ്ഞ വാക്കുകൾ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. സോ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനിയെങ്കിലും പാചകം നിർത്തി സൈനിങ് തുടങ്ങിയില്ലെങ്കിൽ പണി പാളും. ഏത്തക്കാ ചിപ്സ് വറുത്ത് കോരി ഞങ്ങളുടെ എണ്ണാക്കി തന്ന് ഞങ്ങളെ നാണം കെടുത്താൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയി. ഇനിയെങ്കിലും ഞങ്ങൾക്കൊരു മോചനം വേണം ഗൈസ്.